ഹായ് ഡിയർ, വെൽക്കം ബാക്ക് ടു അനദർ എയർ ഫ്രയർ വീഡിയോ. ഇന്ന് ഞാൻ എയർ ഫ്രയറിൽ മെയിനായിട്ടും മുറുക്കാണ് തയ്യാറാക്കുന്നത്, പിന്നെ മസാല കാഷ്യൂസും തയ്യാറാക്കുന്നുണ്ട്. അതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ടിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും വേണേ. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും മുളക് പൊടിയും അല്പം ജീരകവും കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ഗീ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി കട്ടിയുമായിരിക്കരുത്, അതുപോലെ തന്നെ സോഫ്റ്റുമാകാൻ പാടില്ല. ഇനി നമ്മുടെ ഇടിയപ്പം മേക്കർ എടുക്കാം. ഈ അച്ചാണ് നമുക്ക് വേണ്ടത്. അത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി എയർ ഫ്രയർ ട്രേയിലും കുറച്ച് ഓയിൽ നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. മുറുക്ക് പീച്ചിയെടുക്കുന്ന സൗകര്യത്തിന് ഞാൻ ട്രേ ഇങ്ങ് വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ട്രേയിലും നന്നായി എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഇടിയപ്പം മേക്കറിലേക്ക് മാവിട്ട് മുറുക്കിന്റെ ഷേപ്പിൽ പ്രസ് ചെയ്തെടുക്കാം. ഞാൻ നന്നായി ശ്രമിച്ചെങ്കിലും ആ ഷേപ്പ് അങ്ങോട്ട് ശരിയായില്ല. എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല. പക്ഷേ ഇപ്പോൾ സമയം സന്ധ്യയാകാറായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അല്പം ധൃതിയിലാണ് ചെയ്യുന്നത്. 6 മണി കഴിഞ്ഞാൽ ഇതൊന്നും പ്രവർത്തിപ്പിക്കരുതെന്നാണ്. അതുകൊണ്ട് അല്പം വേഗത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ 4 എണ്ണം ഞാൻ പീച്ചി എടുത്തിട്ടുണ്ട്. സ്പേസ് അഡ്ജസ്റ്റ് ചെയ്താൽ 5-6 എണ്ണം വരെ ഒറ്റ ട്രിപ്പിന് എടുക്കാൻ പറ്റും. ഇനി ഇത് ബാസ്ക്കറ്റിലേക്ക് ഇറക്കി വെച്ചിട്ട് അല്പം കോക്കനട്ട് ഓയിലും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 160 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിലൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ടേസ്റ്റും കളറും ഒക്കെ വരാനാണ് ഓയിൽ വീണ്ടും വീണ്ടും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ടൈം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്നു നോക്കിയപ്പോൾ അത്ര ക്രിസ്പ് ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അത് വീണ്ടും 5 മിനിറ്റ് കൂടി സമയം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടോട്ടൽ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സൂപ്പർ മുറുക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി അല്പം ഒന്ന് ഞാൻ കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് റിവ്യൂ പറയാം. വാവ്, നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചിയാണ്, സൂപ്പർ ടേസ്റ്റുമാണ്. ഇനി നമുക്ക് മസാല കാഷ്യൂസ് തയ്യാറാക്കാം. ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. വേഗത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. ഒരു സിലിക്കൺ ബാസ്ക്കറ്റിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഗീ മാത്രം ചേർത്താൽ മതിയാവും. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ചേർക്കാം. ഇതൊരു 170 ഡിഗ്രി സെൽഷ്യസിൽ 8 മിനിറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ 8 മിനിറ്റിനിടയിൽ ഒരു 3 പ്രാവശ്യം ഞാനിത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ കാഷ്യൂസ് ഇവിടെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഈ ബാസ്ക്കറ്റിന് നല്ല ചൂടുണ്ടേ. ഇനി ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി അല്പം കുരുമുളക് പൊടി. ഇനി അല്പം മസാലപ്പൊടിയും മുളക് പൊടിയുമാണ് വേണ്ടത്.
ഇതൊക്കെ നമ്മുടെ കാഷ്യൂസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചും നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചും ചേർക്കാവുന്നതാണ്. ഇതെല്ലാം ഓരോ കാഷ്യൂ നട്ടിലും കിട്ടത്തക്കവണ്ണം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരെണ്ണം ഒന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാമേ. കണ്ടില്ലേ, നല്ല സൂപ്പർ മസാല കാഷ്യൂസ്, അതുപോലെ തന്നെ ഇന്നത്തെ മുറുക്കും. എൻ്റെ ഈസി ആൻഡ് സിമ്പിൾ എയർ ഫ്രയർ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫോർ നൗ.